ഹലോ ഓൾ. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊളോംസ് ലോ പറഞ്ഞു. കൊളോംസ് ലോ, ഫോഴ്സിന്റെ ഇക്വേഷൻ അല്ലേ? രണ്ട് ചാർജുകൾ ഉണ്ടെങ്കിൽ അതിനിടയിൽ ഫോഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് കൊളോംസ് ലോ എന്ന് പറയുന്നത്. F is equal to 1/4 pi epsilon 0 q1 q2 divided by r square. F is equal to 1/4 pi epsilon 0 q1 q2 divided by r square. രണ്ട് പോയിന്റ് ചാർജുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഇതിനിടയിലുള്ള ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. കൊളോംസ് ലോ, ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇനി ഈ എപ്സിലോൺ 0 നമ്മളവിടെ പറഞ്ഞു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വാക്വം ആണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ എടുക്കുന്ന രണ്ട് ചാർജുകൾ Q1 എന്ന് പറയുന്ന ചാർജും Q2 എന്ന് പറയുന്ന ചാർജും വാക്വത്തിലായിരുന്നു, ഫ്രീ സ്പേസിലായിരുന്നു. അവിടെ മീഡിയം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി മീഡിയം ഉണ്ടെന്ന് വിചാരിക്കുക, രണ്ട് ചാർജുകളും ഇരിക്കുന്നത് ഒരു മാധ്യമത്തിലാണ്, മീഡിയത്തിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മളിങ്ങനെ മാറ്റി എഴുതേണ്ട വരും. 1/4 pi എപ്സിലോൺ എന്ന് എഴുതേണ്ട വരും. അതായത് എപ്സിലോൺ 0 എവിടെയായിരുന്നു? വാക്വത്തിലായിരുന്നു, ഫ്രീ സ്പേസിലായിരുന്നു. അങ്ങനെയല്ല, രണ്ട് ചാർജുകൾ ഒരു മാധ്യമത്തിലാണ്, മീഡിയത്തിലാണ് ഇരിക്കണമെങ്കിൽ എപ്സിലോൺ 0ന് പകരം എന്താ എഴുതണം? എപ്സിലോൺ എന്ന് എഴുതണം. അപ്പോൾ എഫ് എന്ന് പറയുന്നത് F is equal to 1/4 pi എപ്സിലോൺ Q1 into Q2 divided by r square എന്നായിട്ട് ഇക്വേഷൻ മാറും. കൊളംസ് ലോ മാറും, ഫോഴ്സിന്റെ ഇക്വേഷൻ മാറും. ഇനി അവിടെയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വരുന്നത്. അതായത് എപ്സിലോൺ ആർ എന്നാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിനെ വിളിക്കുന്ന പേര്. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. അപ്പൊ എപ്സിലോണിന് പകരം നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാൻ പറ്റും. എപ്സിലോണിന് പകരം എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നേരത്തെ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മളോട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. F is equal to 1/4 pi എപ്സിലോണിന് പകരം എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാം. എപ്സിലോണിന് പകരം എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാം. പിന്നെ അതിന് ശേഷം Q1 into Q2 divided by r square എന്ന് വരും. ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെ മാറും? എപ്സിലോൺ ആർ എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കൊളംസ് ലോ, അതായത് ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to 1/4 pi എപ്സിലോൺ 0 Q1 Q2 by r square ആണ്. അതില് രണ്ട് ചാർജുകളും ഫ്രീ സ്പേസിലാണ്, വാക്വത്തിലാണെന്നുണ്ടെങ്കിലാണ് എപ്സിലോൺ 0 വരുള്ളൂ. അല്ലെങ്കിൽ അതിന് എന്ത് പറയണം? എപ്സിലോൺ എന്ന് പറയണം. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. അപ്പൊ ഈ എപ്സിലോണിന് പകരം എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് കൊടുക്കണം. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആവും. F is equal to 1/4 pi എപ്സിലോൺ 0 എപ്സിലോൺ ആർ Q1 into Q2 divided by r square. എപ്സിലോൺ ആറിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് വെക്റ്റർ ആണ്. അപ്പോൾ ഈ കൊളംസ് ലോ നമുക്ക് എങ്ങനെയാണ് വെക്റ്ററിൽ എഴുതുക നോക്കുകയാണ്. കൊളംസ് ലോ നമ്മൾ പറഞ്ഞ ഫോഴ്സിന്റെ ഇക്വേഷൻ, കൊളംസ് ലോ നമ്മൾ എങ്ങനെയാണ് എന്ത് ഫോമിൽ എഴുതുന്നത്? വെക്റ്റർ ഫോമിൽ എങ്ങനെയാണ് എഴുതുന്നത് നോക്കുകയാണ്. കൊളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ചാർജുകൾ എടുത്തു. Q1 എന്ന് പറയുന്ന ഒരു ചാർജ് എടുത്തു, Q2 എന്ന് പറയുന്ന ഒരു ചാർജ് എടുത്തു. ഫ്രീ സ്പേസിലാണ്, വാക്വത്തിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് R എന്ന് എടുത്തു, നേരത്തെ എടുത്ത പോലെ. ഇവിടെ അത് വെക്ടറായിട്ട് എടുക്കണം. Q1 നിന്ന് Q2ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വെക്ടർ ആയിട്ട് എടുക്കണം, ഡയറക്ഷൻ വേണം. അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുത്തു? R വെക്ടർ എന്ന് കൊടുത്തു. 1ൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ അതിന് R12 എന്ന് കൊടുത്തു. അതിന് എന്ത് കൊടുത്തു? R12. ദൂരത്തിന് വെക്ടർ ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിന് എന്ത് കൊടുത്തു?
R12 എന്ന് പേര് കൊടുത്തു, ഒന്നിൽ നിന്ന് രണ്ടിലേക്കുള്ള ദൂരം. ഇനി ഞാൻ ഫോഴ്സ് എഴുതി നോക്കാം. രണ്ട് ചാർജുകൾക്കിടയ്ക്കുള്ള ഫോഴ്സ് നമ്മൾ എഴുതി നോക്കാം. ഫോഴ്സ് ഒന്നാമത്തെ ചാർജിൽ നിന്ന് രണ്ടാമത്തെ ചാർജിലേക്കുള്ള ഫോഴ്സ് ആണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? F എന്ന് എഴുതിയിട്ട് 1 2 എന്ന് എഴുതും. വെക്ടർ ആണ്, വെക്ടറിന്റെ സിംബൽ കൊടുത്തു. F12 ഈക്വൽ ടു 1/4 epsilon 0 permittivity free space epsilon 0. F12 equal to 1/4 epsilon 0 Q1 into Q2 divided by R12 അല്ലേ? R സ്ക്വയർ എന്നുള്ളത് R12 എന്ന് കൊടുക്കും. R12 വെക്ടർ ആണ്, അതിന്റെ സ്ക്വയർ R12ന്റെ സ്ക്വയർ. പിന്നെ അതിന് ഡയറക്ഷൻ കാണിക്കാനായിട്ട് നമ്മളൊരു യൂണിറ്റ് വെക്ടർ കൂടി അതിന്റെ കൂടെ ഇൻഡ്യൂ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഡയറക്ഷൻ കാണിക്കാനായിട്ടാണ് R12. യൂണിറ്റ് വെക്ടർ ആണ്, വാല്യൂ യൂണിറ്റി ആണ്, മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ക്വാണ്ടിറ്റി തന്നെ വരിക. യൂണിറ്റ് വെക്ടർ R12 കൂടി അതിന്റെ കൂടെ ഡയറക്ഷന് വേണ്ടിയിട്ട് എഴുതുന്നുണ്ട്. ഇതാണ് ഒന്നിൽ നിന്ന് രണ്ടിലേക്കുള്ള ഫോഴ്സ്. അതുപോലെ തിരിച്ചുള്ള ഫോഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. F21 രണ്ടിൽ നിന്ന് സെക്കൻഡ് ചാർജിൽ നിന്ന് Q2ൽ നിന്ന് Q1ലേക്കുള്ള ഫോഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. F21 എന്നാണ് എഴുതുന്നത്. F21 ഈക്വൽ ടു 1/4 epsilon 0 Q1 Q2 divided by R21 സ്ക്വയർ പിന്നെ ഇൻറ്റു യൂണിറ്റ് വെക്ടർ R21. ഇങ്ങനെ വരും. ആദ്യത്തേന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത്തേന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. അപ്പോൾ ഒന്നിൽ നിന്ന് രണ്ടിലേക്കുള്ള ഫോഴ്സ് എഴുതിയിട്ടുണ്ട്, രണ്ടിൽ നിന്ന് ഒന്നിലേക്കുള്ള ഫോഴ്സ് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കുളൂംസ് ലോ ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിക്കുന്നു, ഒബേ ചെയ്യുന്നു എന്ന് പറയും. കുളൂംസ് ലോ ന്യൂട്ടന്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നു എന്ന് പറയും. അതായത് ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ രണ്ട് ഫോഴ്സുകൾ F12 എന്ന് പറയുന്ന ഫോഴ്സും F21 എന്ന് പറയുന്ന ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ +1 ന്യൂട്ടന്റെ തേർഡ് ലോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇവിടെ രണ്ട് ഫോഴ്സുകളാണ്. ഇത് 1 എന്ന് പറയുന്നത് 2ലേക്ക് കൊടുക്കുന്ന ഫോഴ്സും 2 എന്ന് പറയുന്നത് 1ലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെയാ വരാൻ നോക്കാം. R21 എന്ന് പറയുന്നത് R12 തന്നെയാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ ആണ് ഡിഫറെന്റ്. അപ്പോൾ R21 പകരം നമുക്ക് -R12 എന്ന് എഴുതാം. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ മാത്രമാണ് ഡിഫറെന്റ്. അതുകൊണ്ട് R21 പകരം R12 മൈനസ് ആക്കിയിട്ട് എഴുതും. നമ്മൾ ഇക്വേഷൻ നമ്പർ 2 R21 പകരം നമ്മൾ R12 എന്ന് കൊടുത്തു നോക്കുകയാണ്. നോക്കുക, F21 ഈക്വൽ ടു 1/4 epsilon 0 Q1 Q2 divided by R21 പകരം എന്താ എഴുതി? R12 എന്ന് എഴുതി. അതിന്റെ എന്താണ്? സ്ക്വയർ ആണ് അല്ലേ? അതിന്റെ സ്ക്വയർ ആണ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ R21 പകരം നമ്മൾ എന്താ എഴുതി? R12 എന്ന് എഴുതി. യൂണിറ്റ് വെക്ടർ R12 എന്ന് എഴുതി. R21 പകരം R12 എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പ് F21 ഈക്വൽ ടു 1/4 epsilon 0 Q1 into Q2 divided by സ്ക്വയർ വരുമ്പോൾ അവിടെ നെഗറ്റീവ് പോയിക്കോളും. അപ്പോൾ അത് എന്ത് തന്നെയാണ് വരണേ? R12 സ്ക്വയർ തന്നെയാണ് വരണേ. സ്ക്വയറിലുള്ളത് നെഗറ്റീവ് പോയി, R12 സ്ക്വയർ തന്നെയാണ് വരണേ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് മൈനസ് അങ്ങനെ തന്നെ നിൽക്കും. R12 ആ മൈനസ് നമ്മൾ ഇക്വേഷന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എഴുതുകയാണ്. ഇവിടെ എഴുതി, സ്റ്റാർട്ടിങ്ങിൽ എഴുതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് F21 എന്ന് പറയുന്നത് F21 ഈക്വൽ ടു മൈനസ് നോക്കുക 1/4 epsilon 0 Q1 into Q2 divided by R12 സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ R12 എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 അല്ലേ? 1/4 epsilon മൈനസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പോൾ അതിന് പകരം മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? F12 എന്ന് എഴുതുന്നു. അപ്പോൾ നോക്കാം, ന്യൂട്ടന്റെ തേർഡ് ലോ ആയിട്ടുണ്ട്. F21 is equal to F12 ആയിട്ടുണ്ട്.
രണ്ട് ഫോഴ്സും ഈക്വലും ആണ്, ഓപ്പോസിറ്റും ആണ്. ഇതാണ് കൊളൂംസ് ലോ, ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിക്കുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം. ഓക്കെ.